ഇതുണ്ടോ ബോച്ചേറ്റി, ഇത് വേണ്ടതിരിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, വീണ്ടും ഓരോ സ്റ്റോക്ക് കയറി പോവാണ്. പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇത് ചാക്കിൽ. ഇത് ഒരാൾക്ക് മാത്രം വേണ്ടി വെച്ചേക്കുന്നതാണ്, കസ്റ്റമർക്ക്. നമ്മൾ വേറെ അടുത്ത സെക്ഷൻ ബോച്ചേറ്റി അയക്കാൻ പോകുന്നുണ്ട്. കാരണം ഒരുപാട് പാക്സിലാക്കി. ഇത് 10-25 പാക്സിലാണ്. ഇത് 10 എണ്ണം, ഇത് 5 എണ്ണം, 2 എണ്ണം, ഇതും 5 എണ്ണം. അങ്ങനെ ഒരുപാട് നമ്മൾ പാഴ്സലായിട്ട് അയക്കുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ ബോച്ചേറ്റി ആവശ്യമുള്ളവർ വിളിച്ചോളൂ. വേണ്ടതുണ്ട് നമ്മളിൽ, വേണ്ട ബോച്ചേറ്റി ഉണ്ട്, വേണ്ട ചാക്കുകളിലും സാധനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വിളിച്ചോളൂ. നമ്മൾ പാഴ്സലായിട്ട് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം എത്തിക്കുന്നതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെ വേണമെങ്കിലും. അതല്ല, നമുക്ക് കേരളത്തിന് പുറത്തേക്ക് നമ്മൾ പാഴ്സലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർ എല്ലാവരും വിളിച്ചോളൂ. നമ്മൾ സാധനം എല്ലായിടത്തേക്കും അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ഇട്ടാലും മതി. വിളിക്കാൻ ബുദ്ധിമുട്ട്, ചിലപ്പോൾ റേഞ്ചിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് ഇടയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി. എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ ഇപ്പൊ എല്ലാ ദിവസവും പാഴ്സൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സെക്ഷൻ പോലെ തന്നെ ഇന്നലെ എടുത്ത വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഞാൻ പാഴ്സലായിട്ട് അയക്കുന്നുണ്ട്, എന്നും അയക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ വിളിച്ചോളൂ. നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നവര് പിൻകോഡ് മസ്റ്റ് ആയിട്ട് അയച്ചു തരണം. പിൻകോഡ് വെച്ചായിരിക്കും പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്നത്. അപ്പൊ പിൻകോഡും അയക്കുക, അഡ്രസ്സും അയക്കുക, പേരും അയക്കുക, അതേ ഉള്ളൂ. പിന്നെ പേയ്മെന്റ് ഗൂഗിൾ പേ ചെയ്താൽ മതി. ബാക്കി എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടോ, ഞാൻ പറഞ്ഞുതരാം. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ചോളൂ. ഓക്കെ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ക്രീൻഷോട്ട് എല്ലാം നമ്മുടെ ബോച്ചേറ്റി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരാണ്. അപ്പോൾ ഇവർക്ക് സാധനം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. വേറൊന്നുമല്ല, പലരും ഈ കാലഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, സാധനം പൈസ അയച്ചു കഴിഞ്ഞ് നമുക്ക് വീട്ടിയിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കുടെ സംശയം മാറ്റാൻ മാത്രമായിട്ട് ഈ സ്ക്രീൻഷോട്ട് കാണിക്കുന്നതാണ്. കാരണം കാലം അതാണ്. ചോദിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്, തരേണ്ട ഉത്തരവാദിത്തം എൻ്റെയുമാണ്. അതുകൊണ്ട് ഞാൻ ഈ സ്ക്രീൻഷോട്ട്. എന്തായിരുന്നു നോക്കിയായിരുന്നോ? അത് 5 ഉറുപ്പ്യ കിട്ടി, 5000 ഉറുപ്പ്യ. ആ ഓക്കെ മാ, കൈ കിട്ടി. അത് ഇന്നലെ കിട്ടി. ഞാൻ വിളിക്കാൻ മറന്നാണ്, സോറി. ശരി മാ, എന്തായാലും ഞാൻ കോൺടാക്ട് ചെയ്യാം ഇനി വേണമെന്നുണ്ടെങ്കിൽ കേട്ടാ. എന്തായാലും ഒരു 10 ദിവസം കൂടി കഴിയട്ടെ, ഞാൻ കോൺടാക്ട് ചെയ്യാം. ഓക്കെ മാ, ഓക്കെ ബൈ. ഓക്കെ ബൈ. കിട്ടി, കയ്യിൽ കിട്ടി. കൂപ്പൺ സ്കാൻ ചെയ്തില്ല, ഒരു കൂപ്പണേ സ്കാൻ ചെയ്തോളൂ, ബാക്കിയുണ്ട്. അത് രാവിലെ സ്കാൻ ചെയ്ത് നോക്കണോണ്ട് കുഴപ്പമുണ്ട്. ഈ കാണുന്ന വ്യക്തി എത്രയോ തവണ എൻ്റേത് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. കുറേ തവണ എടുത്തിട്ടുണ്ട് ബോച്ചേറ്റി. വീണ്ടും പൈസ അയച്ചെന്ന് ഒരുപാട് പ്രാവശ്യം എടുത്തിട്ടുണ്ട്. പല തവണയായിട്ട് പാഴ്സൽ അയച്ചേക്കുന്ന വ്യക്തിയാണ്. വേറെ എടുത്തിട്ടുണ്ട്, അല്ലാതെ ഫോട്ടോ അയച്ചു കൊടുത്തേക്കുന്നത് മാത്രമല്ല, കുറേ ഉണ്ട് വേറെ. ബോച്ചേറ്റി 2 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി. ഞാൻ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചിരുന്നല്ലോ, അതിലൊരു ടിക്കറ്റ് അടിച്ചു. കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ കിട്ടീനെ അതന്നെ ചൊല്ലിയാനെ. കിട്ടി, 5 എണ്ണം കിട്ടിയായിരുന്നു. അന്നെ കിട്ടി, 2 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി. ഉണ്ടെങ്കിൽ എടുത്തൊക്കെ കിട്ടാ. ഓക്കെ, ഇപ്പൊ സാധനം ആവശ്യം